നിങ്ങൾ കാക്കനാടിന് വളരെ അടുത്തല്ലേ വീട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇനി വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഡെയിലി വർദ്ധിച്ചു വരുന്ന ലാൻഡ് പ്രൈസും മെറ്റീരിയൽ കോസ്റ്റും കാരണം കാക്കനാട് ഭാഗത്ത് നമുക്ക് വീടുകൾ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് മാർബിൾ ഹോംസ് ഇങ്ങനെ ഒരു വീട് കാക്കനാടിന് വളരെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വീടൊന്ന് കണ്ടിട്ട് വരാം. കാക്കനാടിന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രൈസിലുമാണ്. നിങ്ങൾക്കറിയാം, കാക്കനാടിനടുത്ത വീടുകൾ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ഒരു വീട് നിങ്ങൾക്കായിട്ട് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇവിടെ നിന്ന് കാക്കനാട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണെന്ന് നിങ്ങൾക്കറിയാം. അവിടേക്ക് വെറും 5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സീപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ. കുസാറ്റ് അറിയാം, കളമശ്ശേരി വളരെ അടുത്താണ്, 5.3 കിലോമീറ്റർ. നമുക്ക് ഈ ഒരു വീട് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് കളക്ടറേറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 5 കിലോമീറ്റർ ആണ്. നിങ്ങൾക്കറിയാം, കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. കുസാറ്റ് വളരെ അടുത്താണ്, കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 5.3 കിലോമീറ്റർ. നല്ലൊരു സ്കൂൾ വേണമെങ്കിൽ നമുക്ക് വിദ്യോദയ സ്കൂൾ ഫേമസ് ആണ്, വളരെ അടുത്താണ്. ഈ ഒരു വീട്ടിൽ നിന്നും വെറും 1.4 കിലോമീറ്റർ ആണ് വിദ്യോദയ സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കും ഈസിയാണ്, 7.4 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്ക് 9, തൃപ്പൂണിത്തുറയിലേക്ക് 15, എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ. 1650 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളിന്ന് കാണുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നിറയെ വില്ലകളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. വൈറ്റ് കളറും ഗ്രേ കളറും ഒക്കെയാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. മെയിൻ പില്ലറിൽ 2 ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് നല്ലൊരു ഡിസൈനിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റഡ് വർക്കുകളും ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിൽ പില്ലറുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സ് ആണ്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറുകളിൽ മുഴുവൻ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു കാർ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പില്ലറിലൊക്കെ നോക്കിയാൽ ക്ലാഡിംഗ് ടയറുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയായിട്ടാണ് ഡിസൈൻ വരുന്നത്. നമ്മുടെ ഈ ഒരു ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. നിങ്ങൾക്കറിയാം, കാക്കനാടാണ്, റെഡ് സോയിൽ ആണ്, നല്ല വെള്ളമാണ് കിണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ സ്ട്രെയിറ്റ് ഉള്ള പോർഷൻ കണ്ടു. നേരെ റൈറ്റ് സൈഡ് നമുക്ക് പോയി നോക്കാം. 2 വീലേഴ്സ് വെക്കാനാണെങ്കിലും ചെടിച്ചട്ടികളൊക്കെ വെക്കാനാണെങ്കിലും നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ ചെറിയ മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. നേരെ കാണുന്നത് വർക്ക് ഏരിയയുടെ ഡോറാണ്. കാർ പാർക്കിങ്ങിൽ EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ട്. മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സിറ്റ് ഔട്ടിന്റെ സറൗണ്ടിങ് ഏരിയസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്കൊരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 പീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടി നീളവും 9 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ അതിനകത്ത് വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോ ഫിക്സ് ചെയ്തിരിക്കുന്ന വോൾ നോക്കിയാലും ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാലും
LED സ്ട്രിപ്പുകളാണ്. സൈഡിലെ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡ്സും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നല്ലതായിട്ടുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്, ചെറിയ വർക്കുകൾ വരുന്നുണ്ട്, LED സ്ട്രിപ്പുകളും ബൾബുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് നോക്കിയാലും ഭംഗിയായിട്ട് മുകളിലൊക്കെ CNC കട്ടിംഗ് ആണ്. റൈറ്റ് സൈഡിലും ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴേക്ക് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാം. കവർ ചെയ്തില്ലെങ്കിൽ പോലും ആ ഏരിയ അധികം കാണാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് സ്റ്റെപ്പിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. 12.5 അടി നീളവും 7.5 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് ഹാൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രൈറ്റ് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലും വീതിയിലുമുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടുത്തെ നമുക്ക് വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സാനിറ്ററി ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസൈനോട് കൂടിയ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. നമുക്കത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ കാണാം. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിലും വൈറ്റ് കളറാണ്. താഴെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിന്നുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് വാസ്തുപരമായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളർ ടൈലാണ്. 3 വിൻഡോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഫ്ലോർ കഴിഞ്ഞ് ബാക്കി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഭാഗമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. 2 സൈഡിൽ ഡോർ വെച്ചിട്ടുണ്ട്. മുകളിലും സൈഡിലും എല്ലാം തന്നെ സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമുള്ള നല്ല വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 വിൻഡോസ് വരുന്നുണ്ട്. 3 വിൻഡോസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാമ്പുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഗ്രേ കളറാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെ ഒരുപാട് സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈൻ ഉള്ള ഒരു ഡോർ ആണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളർ വരുന്ന ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെ വോളിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. പെർഗോള മോഡൽ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ മുകളിൽ നമുക്ക് എയർപോർട്ട് ഫെസിലിറ്റി വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ അവിടെയും ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ ചെറിയ LED ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്കൈ വിസിബിൾ ആണ്. കുറച്ച് പോർഷനിൽ സ്കൈ വിസിബിൾ ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നമുക്കൊരു ചെറിയ ഹാൾ ഇവിടെ കിട്ടുന്നുണ്ട്. TV വെക്കാനായിട്ടും റീഡിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് റീഡിംഗ് ടേബിൾ ആയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ ഷെൽഫ് അറേഞ്ച്മെന്റും ടേബിൾ ഫെസിലിറ്റി വിത്ത് ഡ്രോയിങ് കൂടെ കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. കയറി വന്ന് നേരെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ടോട്ടലി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്.
റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിലേക്ക് പോകുന്ന വഴി ആ പാസേജിലും നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. എല്ലാ റൂമുകളിലും ഫുഡ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിൽ കൂടിയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ബെഡ്റൂമിനടുത്തായിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നത് ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെ നിന്നുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒട്ടിച്ച പില്ലറാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം പോലെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി റൂം കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി റൂം വരുന്നത്. കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്ത് നമുക്കൊരു റൂം ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിനെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. സേഫ് ആയിട്ട് ഡോർ വെച്ചിട്ടുണ്ട്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള റൂമാണ്. മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതൊരു റൂം ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീനുള്ള പോയിന്റും അറേഞ്ച്മെന്റ്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അത് കൂടാതെ നമുക്കിവിടെ നല്ലൊരു സ്പേസും കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ഡോർ തുറന്നാൽ നേരെ സ്റ്റെയർ കേസ് ആണ്. ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഒക്കെ നല്ല സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ടെറസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ടെറസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഇവിടെയായിട്ടാണ് 3rd ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് അവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. വാർഡ്രോബുകൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലാണ് ടൈലുകൾ വരുന്നത്. ഫ്ലോറിലൊക്കെ ഒരു യെല്ലോ ഷെയ്ഡുമാണ്. ജെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെയും ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ടത്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാക്കനാടിന് വളരെ അടുത്താണ്. കളക്ടറേറ്റിലേക്ക് നമുക്ക് 5 കിലോമീറ്റർ ആണ്. സീപോർട്ട് റോഡിലാണ് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി, കളമശ്ശേരി, കാക്കനാട്, ആലുവ എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. എടുത്തു പറയേണ്ടത് വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20ഓളം വില്ലകളുണ്ട്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ഇൻഫോ പാർക്കിലേക്ക് വളരെ ഈസിയാണ് എത്താനായിട്ട്. എല്ലാ സൗകര്യങ്ങളുടെയും നടുവിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 3 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും നമ്മുടെ ബെഡ്റൂമുകൾ പോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യം കൊടുത്തിട്ടുള്ള 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമാണ് വരുന്നത്. 2 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളമുണ്ട്. ചെടികളൊക്കെ നടാനായിട്ട് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ഒരു മുറ്റവും കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 82 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കറിയാം കാക്കനാടിനടുത്ത് ഈ ഒരു വീട് ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. 82 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലെ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ലോണും ഞങ്ങൾ തന്നെ പ്രത്യേകിച്ച് വേറെ ചാർജുകളൊന്നും കൂടാതെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. കാക്കനാടിനടുത്ത് വീടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ വിളിക്കുക. പുതുവർഷത്തിൽ നല്ലൊരു പുതിയ വീട് കിട്ടാനായിട്ട് നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.